ജീവിതത്തിൽ തോറ്റുപോയി എന്ന് തോന്നുമ്പോൾ ഈ കഥ കേൾക്കണം. ക്രിസ് ഗാർഡ്നർ ഒരു സെയിൽസ്മാനാണ്. അദ്ദേഹം വിൽക്കുന്നത് പോർട്ടബിൾ ബോൺ ഡെൻസിറ്റി സ്കാനർ എന്ന ഉപകരണമാണ്. അദ്ദേഹത്തിന് അത് വിൽക്കാനൊക്കെ കഴിയുന്നുണ്ട്, പക്ഷെ സ്ഥിരമായി വിൽപ്പന നടക്കുന്ന ഒരു ഉപകരണം അല്ല അത്. അതുകൊണ്ട് തന്നെ അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. ഭാര്യയെ കൂടാതെ 5 വയസ്സുള്ളൊരു മകനുമുണ്ട്. അദ്ദേഹം നന്നായി അധ്വാനിക്കുന്നുണ്ട്, ഒപ്പം തൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ ഭാര്യയ്ക്ക് അതിനോടൊന്നും താല്പര്യമില്ല. എപ്പോഴും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ മാത്രമേ അവർക്കറിയൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രിസ് സ്റ്റോക്ക് ബ്രോക്കർ എന്നൊരു ജോലിയെപ്പറ്റി കേൾക്കുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതും. അങ്ങനെ തൻ്റെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു സ്റ്റോക്ക് ബ്രോക്കറേജ് സ്ഥാപനത്തിൻ്റെ സീനിയർ മാനേജറെ പരിചയപ്പെടാൻ അവസരം ലഭിക്കുകയാണ് ക്രിസ് ഗാർഡ്നർക്ക്. അയാളുടെ കൂടെ ടാക്സിയിൽ സഞ്ചരിക്കുമ്പോഴാണ് ക്രിസ് ആ കാഴ്ച കാണുന്നത്. ആ മാനേജർ ഒരു റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ക്രിസ് ഗാർഡ്നർ എപ്പോഴും തൻ്റെ സ്കില്ല് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം TV നോക്കി പഠിച്ചെടുത്തൊരു സ്കില്ലായിരുന്നു ഈ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാന്നുള്ളത്. കൂടാതെ നന്നായി സംസാരിക്കാനും ക്രിസ് ഗാർഡ്നർക്ക് അറിയാം. അങ്ങനെ നന്നായി ചിരിച്ച മുഖത്തോടെ ക്രിസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ ക്യൂബ് വാങ്ങി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അത് സോൾവ് ചെയ്ത് കാണിക്കുകയാണ്. അതോടെ ആ മാനേജർക്ക് മനസ്സിലായി ക്രിസ് അത്ര സാധാരണക്കാരനല്ല, അത്യാവശ്യം കഴിവുള്ള ഒരാളാണ് എന്ന്. തുടർന്ന് ആ മാനേജർ ക്രിസിനെ തൻ്റെ കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂവിന് വരാൻ ക്ഷണിക്കുകയാണ്. ഇതിനിടയിൽ ക്രിസ് തൻ്റെ ഭാര്യയോടും ഇങ്ങനൊരു വിവരം പങ്കുവെക്കുന്നു. അതായത് താനൊരു പുതിയ പ്രൊഫഷനിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ് എന്ന്. പക്ഷെ ഭാര്യയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അവർ അയാളെ പുച്ഛിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ക്രിസ് അതൊന്നും വകവയ്ക്കാതെ തൻ്റെ കഴിവിലും ദൈവത്തിലും വിശ്വസിച്ച് ആ കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് സ്ഥിതി കൂടുതൽ സങ്കീർണമാകുന്നത്. ഒരൊറ്റ ഒഴിവിലേക്ക് 20 പേരെയാണ് കമ്പനി ഇൻറ്റേൺഷിപ്പായിട്ട് എടുത്തിട്ടുള്ളത്, അതും ശമ്പളം ഒന്നുമില്ലാതെ. ഇതുകൂടി അറിഞ്ഞതോടെ അയാളുടെ ഭാര്യയുടെ നിയന്ത്രണം വിട്ടു. ശമ്പളമില്ലാത്ത ജോലിക്ക് എന്തിനാണ് അയാൾ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ അയാളെയും മകനെയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ആകെ അയാൾക്ക് ആശ്വാസം അയാളുടെ 5 വയസ്സുകാരനായ മകനാണ്. മകനോട് അയാൾ തൻ്റെ കൊച്ചു കൊച്ചു നേട്ടങ്ങളെല്ലാം വിശദീകരിച്ചു. ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. ക്രിസ് പുതിയ ജോലിക്ക് പോകുമ്പോഴും പഴയ സെയിൽസ് ഉപേക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം അതികഠിനമായി അധ്വാനിക്കാൻ തുടങ്ങി. മറ്റു ജീവനക്കാർ ബ്രേക്ക് എടുത്ത് വെള്ളം കുടിക്കാനും സിഗരറ്റ് വലിക്കാനും ഒക്കെ പോകുമ്പോഴും ഇതെല്ലാം ഒഴിവാക്കി ക്രിസ് ആ സമയം കൂടി കോൾ അറ്റൻഡ് ചെയ്തു. എന്തിനേറെ, ഭക്ഷണം പോലും ഒഴിവാക്കി ആ സമയം കൂടി എങ്ങനെയെങ്കിലും 2 പുതിയ പ്രോസ്പെക്ട്സിനോട് അയാൾ സംസാരിച്ചു. തീർന്നില്ല, കമ്പനിയുടെ പ്രോട്ടോകോൾ ലംഘിച്ചുവരെ അദ്ദേഹം ജോലി ചെയ്തു തുടങ്ങി. ഉയർന്ന നിലവാരമുള്ള കസ്റ്റമേഴ്സിനെ വീട്ടിൽ ചെന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനും അവരോടൊക്കെ സൗഹൃദം സ്ഥാപിക്കാനും ക്രിസ് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ക്ലയൻറ്റ് സഹതാപത്തിൻ്റെ പുറത്ത് തൻ്റെ കൂടെ ഒരു ഫുട്ബോൾ ഗെയിം കാണാൻ വരാൻ ക്രിസിനെയും മകനെയും ക്ഷണിച്ചു. ക്രിസ് സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു. മത്സരം കാണാനെത്തിയ മറ്റാളുകളെ കൂടി പരിചയപ്പെടാൻ ക്രിസ് ശ്രമിച്ചു. താമസിയാതെ അവരൊക്കെയും ക്രിസിൻ്റെ ക്ലയൻസായി മാറി. പല മോശം അനുഭവങ്ങളിലൂടെയും ക്രിസ് ഗാർഡ്നർക്ക് കടന്നു പോകേണ്ടി വന്നു. ഒരിക്കൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ക്രിസിനെയും മകനെയും ഹൗസ് ഓണർ ഇറക്കിവിട്ടു. രാത്രിയിൽ തങ്ങാൻ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് ക്രിസ് തൻ്റെ മകനെയും കൊണ്ട് അന്ന് അഭയം പ്രാപിക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ടോയ്ലറ്റിലാണ്. അവിടെ നിലത്ത് ടോയ്ലറ്റ് പേപ്പർ വിരിച്ച് അതിൽ കിടന്നുറങ്ങിയ അവർ 2 പേരും പിന്നീട് വീടില്ലാത്തവർക്ക് താമസിക്കാനുള്ള ഷെൽട്ടർ ഹോമുകളിലും പള്ളികളിലും മറ്റുമായിട്ടാണ് ജീവിക്കുന്നത്. ഈ അവസ്ഥയിലും ക്രിസ് തൻ്റെ ജോലികൾ കൃത്യമായി ചെയ്തു പോന്നു. അങ്ങനെ അവസാനം ക്രിസ് തൻ്റെ ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കി പരീക്ഷയും പാസ്സായി. ഇനി മുന്നിലുള്ളത് ഒരു ഇൻ്റർവ്യൂ കൂടി മാത്രമാണ്. അങ്ങനെ നാളുകളായുള്ള തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം അറിയാനായി ക്രിസ് ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിലിരിക്കുകയാണ്. അവരിൽ ഒരാൾ പറഞ്ഞു, ഇവിടുത്തെ നിൻ്റെ ഇൻറ്റേൺഷിപ്പ് അവസാനിച്ചിരിക്കുന്നു. നാളെയാണ് ഇവിടുത്തെ നിൻ്റെ ജോലിയുടെ ആദ്യത്തെ ദിവസം. ആ ഒരൊറ്റ രാത്രി കൊണ്ട് ക്രിസിൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ്. ജീവിതം മാറി മറിയുകയാണ്. ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ഓരോരുത്തർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പുറത്തിറങ്ങി ആൾക്കൂട്ടത്തിലൂടെ നടക്കുമ്പോൾ സന്തോഷത്തിൻ്റെ ആ കണ്ണുനീർ തുള്ളികൾ പുറത്തേക്ക് തുളുമ്പാതിരിക്കാൻ ക്രിസ് പ്രയാസപ്പെട്ടു. ദ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് വെറും ഒരു സിനിമാ കഥ മാത്രമല്ല, അതികഠിനമായ പ്രയാസങ്ങളിലും പതറാതെ തളരാതെ ജീവിതം വെട്ടിപ്പിടിച്ച ക്രിസ് ഗാർഡ്നർ എന്ന മില്യനെയറുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.